നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും. കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് പ്രയാണ യാത്രയ്ക്ക് പുതുക്കാട് ഉജ്ജ്വല സ്വീകരണം. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്നു. വെള്ളം പറമ്പുകളിലൂടെ ഒഴുകി. വേപ്പൂരിലെ കനാലിന്റെ 50 മീറ്ററോളമാണ് തകർന്നത്. കൊളത്തൂർ പാടശേഖരത്തിൽ 20 ഹെക്ടറോളം വരുന്ന നെൽകൃഷി വെള്ളം കിട്ടാതെ ഉണങ്ങുന്നു. കർഷകർ ദുരിതത്തിൽ. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി. ചരിത്രപ്രസിദ്ധമായ വരാക്കര പൂരം ബുധനാഴ്ച ആഘോഷിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് നടത്തിയ ആനച്ചമയ പ്രദർശനം കാണികളുടെ മനം കവർന്നു. മറ്റത്തൂർ പഞ്ചായത്തിൽ BJP കോൺഗ്രസ് അവിശുദ്ധ സഖ്യമാണെന്നാരോപിച്ച CPM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും. ജനുവരി 14 മുതൽ 18 വരെ 25 വേദികളിലായി 250 ഇനങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. കൗമാര കലാമേളയുടെ ഉദ്ഘാടനം 14-ന് രാവിലെ 10 മണിക്ക് തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് പതാക ഉയർത്തുന്നതോടെ കലോത്സവത്തിന് ഔദ്യോഗിക തുടക്കമാകും. തൃശൂരിന്റെ പൂരപ്രൗഢി വിളിച്ചോതുന്ന രീതിയിൽ പാണ്ഡിമേളവും 64-ാം കലോത്സവത്തെ സൂചിപ്പിച്ചുകൊണ്ട് 64 കുട്ടികൾ അണിനിരക്കുന്ന വർണ്ണാഭമായ കുടമാറ്റവും നടക്കും. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കലോത്സവം സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ റവന്യൂ മന്ത്രി K. രാജൻ സ്വാഗതം ആശംസിക്കും. ഉത്തരവാദിത്വ കലോത്സവം സംബന്ധിച്ച വിശദീകരണം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ K. വാസുകി നൽകും. ഉദ്ഘാടന വേദിയിൽ 10,000-ഓളം കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തരവാദിത്ത കലോത്സവം എന്നതാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ആപ്തവാക്യം. കലോത്സവത്തിന്റെ സ്വാഗതഗാനം BK ഹരിനാരായണനാണ് ചിട്ടപ്പെടുത്തിയത്. കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ സ്വാഗതഗാനത്തിന്റെ അവതരണമുണ്ടാകും. കലോത്സവത്തിന്റെ തീം സോങ് പാലക്കാട് പൊറ്റശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഒരുക്കിയത്. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരിക്കും കലോത്സവം അരങ്ങേറുക. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ആദ്യ സംഘം വിദ്യാർത്ഥികൾ തൃശൂരിൽ എത്തി. തിരുവനന്തപുരം ആറ്റിങ്ങൽ KTCTHS വിദ്യാർത്ഥികളാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. മന്ത്രിമാരായ K. രാജൻ, V. ശിവൻകുട്ടി, MLA, മേയർ, കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് റെയിൽവേ സ്റ്റേഷനിൽ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. പുലിക്കളി, ചെണ്ടമേളം ഉൾപ്പെടെയുള്ളവയുടെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം ഒരുക്കിയത്. കലോത്സവ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ അവസാനഘട്ട യോഗം ചേർന്നിരുന്നു. ജനുവരി 14 മുതൽ 18 വരെ തൃശൂരിൽ നടക്കുന്ന 64-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് പ്രയാണ യാത്രയ്ക്ക് പുതുക്കാട് സ്വീകരണം നൽകി. പുതുക്കാട് സെന്റ് ആന്റണീസ് HSSലാണ് ഘോഷയാത്രയായി എത്തിയ സ്വർണ്ണക്കപ്പിന് ഉജ്ജ്വല സ്വീകരണം ഒരുക്കിയത്. വളരെ സന്തോഷമുണ്ട്. വളരെ നല്ലൊരു സ്വീകരണമായി നമുക്കിവിടെ പുതുക്കാടിൻ്റെ ഈ സെന്റ് ആന്റണീസ് സ്കൂളിൽ നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞു എന്നാണ് ഇതിൻ്റെ പ്രയാണത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞത്. അങ്ങനെ ഇത് ഏറ്റവും മികച്ച നിലയിൽ നടത്തി തീർക്കാൻ വേണ്ടി, വിജയകരമായി ഈ സ്വീകരണം ഒരുക്കാൻ വേണ്ടി, അതുപോലെ തന്നെ മറ്റ് ഡിവിഷൻ മെമ്പർമാർ, അധ്യാപകർ, എത്രയും പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണമാണ് പുതുക്കാട് സെന്റ് ആൻഡ് സ്കൂള് ഇവിടെ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അഭിമാനകരമായി തൃശൂർ ജില്ലാ കലോത്സവത്തിൽ, സംസ്ഥാന കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് ഉയർത്തിയത് നമ്മളുടെ അഭിമാനമാണ്. ആ സ്വർണ്ണക്കപ്പ് ഇന്നിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നാളെ മുതൽ സ്കൂൾ കലോത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ്. മനോഹരമായ ഒരു തെയ്യക്കോലത്തിൽ ഈ ഒരു കലോത്സവത്തിന് ഒരു വരവേറ്റിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കല, നമ്മുടെ സംസ്കാരം, നമ്മുടെ ആനന്ദം. നമ്മുടെ ഓരോ വർഷവും മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലായിട്ട് വന്നു ചേരാനുള്ള പല സമയത്തായിട്ടുള്ള ആഘോഷങ്ങളും മറ്റുമൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് തുടർന്നുള്ള വർഷങ്ങളിലേക്ക് മുമ്പോട്ട് പോകുന്നതിന് പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ്. ഉത്സവമായി തന്നെയാണ് നമ്മൾ കാണേണ്ടത്.
അല്ലാതെ ഒരു മത്സരമായിട്ടല്ല. പക്ഷേ എന്നാൽ നമുക്ക് വീണ്ടും ഈ കപ്പ് ഏറ്റുവാങ്ങുന്നതിന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ രജിസ്ട്രേഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലയ്ക്ക് രജിസ്ട്രേഷൻ മെറ്റീരിയലുകൾ കൈമാറിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. രജിസ്ട്രേഷൻ കമ്മിറ്റി തയ്യാറാക്കിയ ബ്രോഷറും മന്ത്രി പ്രകാശനം ചെയ്തു. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന 15,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കുന്നതിന് 14 ജില്ലകൾക്കുമായി 7 മുറികളിലായി കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. CC മുകുന്ദൻ MLA, കോർപ്പറേഷൻ കൗൺസിലർമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, രജിസ്ട്രേഷൻ കമ്മിറ്റി കൺവീനർ അജിത് പോൾ ആൻഡോ, രജിസ്ട്രേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ വർഗീസ് തുടങ്ങിയവർ സന്നിഹിതരായി. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്ന് വെള്ളം പറമ്പുകളിലൂടെ ഒഴുകി. വേപ്പൂർ ഭാഗത്ത് നിർമ്മിച്ച കനാലിന്റെ 50 മീറ്ററോളമാണ് തകർന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 4:30യോടെയാണ് സംഭവം. കുറുമാലിപ്പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം പീച്ചി ഇടതുകര കനാലിലേക്ക് എത്തിക്കുന്ന കോൺക്രീറ്റ് കനാലാണ് തകർന്നത്. കനാലിന്റെ ഒരു വശത്തെ ഭിത്തി തകർന്ന് വെള്ളം സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെ കുതിച്ചെത്തുകയായിരുന്നു. വേപ്പൂർ കാമ്പുഴ സജീവന്റെ വീട്ടുമുറ്റത്തേക്കും വെള്ളം ശക്തിയായി ഒഴുകിയെത്തി. ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന വരന്തരപ്പള്ളി വരിക്കനാക്കൽ ഷാർങ്ങധരനാണ് കനാൽ തകർന്നത് കണ്ടത്. ഇവരുടെ പറമ്പിലൂടെ പോകുന്ന കനാൽ തകർന്ന് വലിയ ശബ്ദത്തോടെ വെള്ളം കുതിച്ചെത്തുന്നത് കണ്ട ഷാർങ്ങധരൻ ഓടിമാറുകയായിരുന്നു. ഇറിഗേഷൻ അധികൃതരെ വിവരമറിയിച്ചതോടെയാണ് പമ്പിംഗ് നിർത്തിവെച്ചത്. മുൻപും ഈ കനാലിന്റെ ചില ഭാഗങ്ങൾ തകർന്നിരുന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് കനാൽ തകരാൻ കാരണമെന്നാണ് ആക്ഷേപം. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെ നിർമ്മിച്ച 3 കിലോമീറ്ററോളം നീളമുള്ള കനാലിന്റെ പല ഭാഗങ്ങളും അപകട ഭീഷണിയിലാണ്. ഉയർന്ന ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന കനാൽ തകർന്നാൽ വെള്ളം താഴ്ന്ന പ്രദേശത്തെ വീടുകളിലേക്കും പറമ്പുകളിലുമാണ് എത്തുക. തോട്ടുമുഖം പമ്പ് ഹൗസിൽ നിന്ന് പൈപ്പ് മാർഗം കുട്ടൻചിറ കുന്നിലെ ടാങ്കിലെത്തിക്കുന്ന വെള്ളം കോൺക്രീറ്റ് കനാലിലൂടെയാണ് ഇടതുകര കനാലിലേക്ക് എത്തിക്കുന്നത്. അപകടാവസ്ഥയിലായ കനാൽ പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ തോട്ടുമുഖം കനാൽ പോകുന്ന നമ്മുടെ സാരംഗിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണിത്. അതിൻ്റെ കനാലിൽ വെള്ളം പോകുന്നത്. അപ്പോൾ ഇന്ന് പുലർച്ചെയാണ് ഇവിടെ ഒരു കനാൽ പെട്ടെന്ന് പൊട്ടലും റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേട്ട് നോക്കിയപ്പോഴാണ് മുകളിൽ നിന്ന് വെള്ളം കുത്തി ഒലിച്ചു വരുന്ന അപകടാവസ്ഥയിൽ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായെന്നാണ് പറഞ്ഞത്. അത് ഇതിനോട് ചേർന്ന് നടക്കുന്ന ഒരു സജീവൻ കാമ്പുഴ, അവരുടെ വീടിനും കാര്യമായ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്കും കുത്തി ഒലിച്ച് വെള്ളം വന്ന് വീട് നാശാവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിൽ നിർമ്മാണത്തിലുള്ള അപാകതയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ കമ്പിയില്ലാതെ ഒക്കെയാണ് ഇവിടെ വാർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാർശ്വഭിത്തി സംരക്ഷണമൊക്കെ വേണ്ട രൂപേണ നടക്കാത്ത പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൽ നിർമ്മാണത്തിലെ അപാകത. ഇത് പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനിയും ഇതിൻ്റെ ബാലൻസുള്ള ഭാഗം ഇനിയും ഇടിയാൻ പാകത്തിനാണ് നിൽക്കുന്നത്. അതും ഏത് സമയം വേണമെങ്കിൽ എപ്പോഴും അപകടം ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ മെയിൻ്റെനൻസ് മാത്രം നടത്തി ഇത് തീർത്താൽ ഇത് വീണ്ടും അപകടത്തിലേക്ക് എത്തും. ഇത് പൂർണ്ണമായും വീണ്ടും പുനഃസ്ഥാപിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും എത്രയും വേഗം പുനഃസ്ഥാപിച്ച് വെള്ളം ഒഴുക്കും ഇവിടെ നാട്ടുകാർക്ക് പ്രയോജനപ്രദം ആകും വിധം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പറപ്പൂക്കര കൃഷിഭവൻ പരിധിയിലെ കൊളത്തൂർ പാടശേഖരത്ത് 20 ഹെക്ടറോളം വരുന്ന നെൽകൃഷി വെള്ളം കിട്ടാതെ ഉണക്കം നേരിടുന്നു. ഇറിഗേഷൻ അധികൃതർ കുഴിക്കാണി തോട്ടിലൂടെ വെള്ളം തുറന്നുവിടാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. പറപ്പൂക്കര കൃഷിഭവൻ പരിധിയിലെ കൊളത്തൂർ പാടശേഖരത്ത് 20 ഹെക്ടറോളം വരുന്ന നെൽകൃഷി വെള്ളം കിട്ടാതെ ഉണക്കം നേരിടുന്നു. ഇറിഗേഷൻ അധികൃതർ കുഴിക്കാണി തോട്ടിലൂടെ വെള്ളം തുറന്നുവിടാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിലെ കൊളത്തൂർ ദേശീയപാതയ്ക്ക് ഇരുവശത്തുമായി വ്യാപിച്ചു കിടക്കുന്ന കൊളത്തൂർ പാടശേഖരത്തിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തുന്നത് കുഴിക്കാണി തോട്ടിലെ കോണിക്കച്ചിറയിൽ നിന്നാണ്. വേനൽക്കാലമായാൽ ചിറയിലെ ജലനിരപ്പ് താഴുന്നത് പതിവാണ്. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിൽ നിന്ന് കുഴിക്കാണിത്തോട്ടിലേക്ക് വെള്ളം തുറന്നുവിട്ടാണ് കോണിക്കച്ചിറ അടക്കമുള്ള തടയണകളിൽ വേനൽക്കാലത്ത് ജലനിരപ്പ് ഉയർത്താറുള്ളത്. ചിറയിൽ നിന്ന് വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പതിവ് പോലെ കൊളത്തൂർ പാടശേഖരത്തിൽ ഇത്തവണയും കർഷകർ മുണ്ടകൻ വിളയിറക്കി. എന്നാൽ തോട്ടിലൂടെ വെള്ളം എത്താത്തതിനാൽ കോണിക്കച്ചിറ വറ്റി വളരുകയും ജലസേചനത്തിന് വഴിയില്ലാതെ കർഷകർ വിഷമിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസം തോട്ടിലേക്ക് വെള്ളം തുറന്നുവിട്ടതായി അധികൃതർ പറയുന്നുണ്ടെങ്കിലും കോണിക്കച്ചിറ വരെ വെള്ളം എത്തിയില്ലെന്ന് പറപ്പൂക്കര പഞ്ചായത്ത് മെമ്പറും
കൊളത്തൂർ കർഷക സമിതി സെക്രട്ടറിയുമായ കെ സുധാകരൻ പറഞ്ഞു. അവസാന ഘട്ടത്തിൽ കതിര് വരുന്ന വെള്ളമില്ലാതെ വരുമ്പോൾ കർഷകർക്ക് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇപ്പോൾ നമ്മൾ പല ഘട്ടം നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് 21 ദിവസം കൂടുമ്പോഴാണ് ഒരു ടേൺ. 21 ദിവസം കൂടുമ്പോൾ വെള്ളം വരുന്ന സന്ദർഭത്തിൽ നമ്മൾക്ക് ആവശ്യമായ ജലം ഈ തോട് വഴി ബ്ലാച്ചിറയിൽ ചാടി ഈ കോണിക്കച്ചിറയിൽ എത്തുന്നത് അസാധ്യമാണ്. അതുകൂടാതെ ഇപ്പോൾ ഇന്നലെ 11-ാം തീയതി വീണ്ടും അവർ വെള്ളം വിടാമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ബ്ലാച്ചിറ വഴി വെള്ളം വന്ന് തോട്ടിൽ പോലും ചാടാത്തൊരവസ്ഥയിൽ വെള്ളം നിൽക്കുക. ഇന്നിപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ഞങ്ങൾ മെമ്പർമാരെല്ലാം ചേർന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് AE പോയി കണ്ട് സംസാരിച്ചു. അവർ പറയുന്നത് പെരിങ്ങൽകുത്തിയിൽ നിന്നുള്ള വെള്ളം എത്താത്തത് മൂലമാണ് അവർക്കിവിടെ വെള്ളം വലുതുകര കനാൽ കൂടെ വിടാൻ കഴിയാതിരിക്കുന്നതും ബ്ലാച്ചിലേക്ക് തുറക്കാൻ പറ്റാത്തതാണ് അവർ പറയുന്നത്. നെൽച്ചെടികൾ കതിരിടാൻ തുടങ്ങിയ സമയത്ത് ജലസേചനം പ്രതിസന്ധിയിലായത് കൃഷിനാശത്തിന് കാരണമാകുമെന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത്. ചാലക്കുടി പുഴയിലെ പെരിങ്ങൽകുത്ത്, ഷോളയാർ ഡാമുകളിൽ നിന്നുള്ള വെള്ളം വൈദ്യുതോൽപാദനത്തിന് ഉപയോഗിക്കുന്നതിൽ വന്നിട്ടുള്ള നിയന്ത്രണമാണ് ജലസേചന കനാലുകളിലൂടെ വേണ്ടത്ര വെള്ളം എത്താതിരിക്കാനുള്ള കാരണമായി പറയുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ ജനപ്രതിനിധികളും കൊളത്തൂർ കർഷക സമിതി ഭാരവാഹികളും ഇറിഗേഷൻ അധികൃതരെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് മുഴുവൻ വൻ രീതിയിലുള്ള കൃഷിനാശം സംഭവിക്കും. അതുമാത്രമല്ല, ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ പാടശേഖരങ്ങളിൽ വെള്ളം നിറയുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഉറവ് വഴി കിണറുകളിൽ എത്തുന്ന വെള്ളമാണ് ഈ പ്രദേശത്ത് മുഴുവൻ ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി ഉപയോഗിക്കുന്നത്. അത് ലഭിക്കാതെ വരുമ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നത്, ഞങ്ങൾ ഈ കൊളത്തൂർ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണ്. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് കാണിച്ച് ഞങ്ങൾ രണ്ട് MLA മാർക്കും KK രാമേന്ദ്രൻ അവർക്കും അതുപോലെ തന്നെ സനീഷ് കുമാർ അവർക്കും എല്ലാം ഞങ്ങൾ നേരിട്ടും ഫോൺ മുഖാന്തരമെല്ലാം ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം കഴിയാവുന്ന രീതിയിൽ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് വെള്ളം കൂടുതൽ സമയം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ട നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ശുഭ പ്രതീക്ഷയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ വെള്ളം വന്നില്ല എങ്കിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ഭീമമായ ഒരു നഷ്ടമാണ്. ഇവിടെയെല്ലാം പല ഘട്ടങ്ങളിലാണ്. ഇപ്പോൾ ഏകദേശം ഒരു 90 ദിവസം കഴിഞ്ഞ വിളകളാണ് ഇവിടെ നിൽക്കുന്നത്. 90 ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 10-30 ദിവസം കൂടെ കഴിഞ്ഞാൽ കൊയ്ത്തിൻ്റെ സമയം 120 ദിവസം വിളവുള്ള നെല്ലാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ 90 ദിവസം കഴിഞ്ഞ പാടശേഖരങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് കൃത്യമായ ഒരു വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നത്. ആ സമയത്ത് വെള്ളം ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ കൃഷിക്കാർ നേരിടുന്ന വളരെ ഒരു ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. വളരെ സാമ്പത്തിക നഷ്ടം വരും. കാരണം ഇപ്പോഴാണ് കതിര് വരുന്ന സമയം. കതിര് വരുന്ന സമയത്ത് വെള്ളമില്ലാതെ വന്നാൽ തീർച്ചയായും കതിരിൽ മുഴുവൻ പതിരായി പോവുകയും നമ്മൾക്ക് വിള വളരെ കുറവ് വരികയും ചെയ്യും. കൊയ്യാൻ തന്നെ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിനിടെയുണ്ടായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് ഈ ബ്ലാച്ചിറ വഴി ഇവിടെ വെള്ളം എത്തിക്കുന്നതിന് വേണ്ട ഒരു സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പാടശേഖര സമിതി സെക്രട്ടറി എന്ന രീതിയിലും ഈ വാർഡിലെ മെമ്പർ എന്ന രീതിയിലും എനിക്ക് പറയാനുള്ളത്. ഒരാഴ്ചയ്ക്കകം തോട്ടിലൂടെ വെള്ളം തുറന്നുവിട്ട് കോണിക്കച്ചിറയിൽ ആവശ്യത്തിനുള്ള ജലലഭ്യത ഉറപ്പുവരുത്തിയില്ലെങ്കിൽ നെൽകൃഷി കരിഞ്ഞു പോകുന്നതിനും മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതിനും ഇടയാക്കുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി. മുകുന്ദപുരം സഹകരണ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ജൂസി K. ജോൺ വരണാധികാരിയായിരുന്നു. സരള വിക്രമനാണ് പ്രസിഡന്റ്. സുമിത പ്രസാദിനെ വൈസ് പ്രസിഡന്റ്, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. നിഖിത അനൂപ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, AM ജോൺസൺ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, സുനിത മുരളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും തെരഞ്ഞെടുത്തു. ചരിത്രപ്രസിദ്ധമായ വരാക്കര പൂരം ബുധനാഴ്ച ആഘോഷിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് നടത്തിയ ആനച്ചമയ പ്രദർശനം കാണികളുടെ മനം നിറച്ചു. വരാക്കര KG ഹാളിലാണ് പ്രദർശനം ഒരുക്കിയിരുന്നത്. മുത്തുക്കുടകളും വെഞ്ചാമരവും നെറ്റിപ്പട്ടവും ആനയൊരുക്കത്തിന് വേണ്ടതെല്ലാം പ്രദർശനത്തിൽ അണിനിരന്നു. നിരവധി കാണികളാണ് എത്തിയിരുന്നത്. പൂരദിനമായ ബുധനാഴ്ച രാവിലെ 8 മുതൽ 10 വരെ പഞ്ചാരിമേളവും എഴുന്നള്ളിപ്പും
11 മുതൽ വിവിധ കാവടി സെറ്റുകളുടെ കാവടി വരവ്, 12 മുതൽ 2 മണി വരെ ക്ഷേത്ര മൈതാനിയിൽ കാവടിയാട്ടം എന്നിവ നടക്കും. പൂരം ദിവസം രാവിലെ എഴുന്നള്ളിപ്പിന് ശേഷം പ്രസാദ ഊട്ട് 11 മണി മുതൽ 2 മണി വരെ KG ഹാളിൽ ഉണ്ടായിരിക്കും. ഉച്ചതിരിഞ്ഞ് 3 മുതൽ 6 വരെ പാണ്ഡിമേള അകമ്പടിയിൽ കാഴ്ച ശീവേലിയും ശേഷം വരാക്കര നന്ദിക്കര സംഭവരുടെ നേതൃത്വത്തിൽ പന്തൽ വരവ്, വൈകിട്ട് 6:30 ദീപാരാധന, തുടർന്ന് തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവ നടക്കും. രാത്രി 8 ഗുരുവായൂർ ഗാന്ധാര അവതരിപ്പിക്കുന്ന നാടകം മഗധ അരങ്ങേറും. രാത്രി 12 സാംബവ നൃത്തത്തോടുകൂടി വേലവരവ്. വ്യാഴാഴ്ച പുലർച്ചെ 12:45 മുതൽ 3:30 വരെ കരയോഗങ്ങളുടെ പൂരം വരവ്. ശേഷം 4 കൂട്ടിയെഴുന്നള്ളിപ്പ്, ആറാട്ട്, ക്ഷേത്രനടയിൽ സംഭവ നൃത്തം, വിത്തിടൽ ചടങ്ങ് എന്നിവയും ഉണ്ടായിരിക്കും. ചാലക്കുടി പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പൂലാനി സ്വദേശി 36 വയസ്സുള്ള വിമൽ കുമാറാണ് മരിച്ചത്. വെട്ടുകടവ് പാലത്തിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി 8:30യോടെയാണ് യുവാവ് പുഴയിലേക്ക് ചാടിയത്. രാത്രി 10:30യോടെ 20 അടിയോളം താഴ്ചയിൽ നിന്നാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ചാലക്കുടി ഫയർഫോഴ്സും സ്കൂബ സംഘവും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 65-കാരൻ മരിച്ചു. പേരാമംഗലം സ്വദേശി കാവുങ്ങൽ കൊച്ചപ്പൻ മകൻ ആന്റണിയാണ് മരിച്ചത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അമല റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാവിലെയാണ് മരിച്ചത്. മറ്റത്തൂർ പഞ്ചായത്തിൽ BJP കോൺഗ്രസ് അവിശുദ്ധ സഖ്യമാണെന്ന് ആരോപിച്ച് CPM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഡോക്ടർ P. സരിൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, KJ ഡിക്സൺ, PR പ്രസാദൻ, MR രഞ്ജിത്ത്, CM ബബീഷ്, KD അപ്പച്ചൻ, അൻവർ സാദിഖ്, സ്വപ്ന സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള കാലാവധി 6 മാസം കൂടി നീട്ടിയതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഈ കാലാവധിക്കുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാത്തവരുടെ പെൻഷൻ തടയരുതെന്നും വകുപ്പിന് നിർദ്ദേശം നൽകി. ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടില്ലാത്തവർ അത് ഹാജരാക്കണമെന്ന് കാട്ടി 2025 മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. 2025 ഡിസംബർ 31 വരെയായിരുന്നു സമയം നൽകിയിരുന്നത്. 62 ലക്ഷത്തിൽ പരം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 2.53 ലക്ഷം പേർ മാത്രമാണ് ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തത്. 2019 ഡിസംബർ 31 വരെ പെൻഷൻ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരിലാണ് ഇത്രയും പേർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ളത്. ഇവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയമാണ് 6 മാസം കൂടി നീട്ടിയത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജൂൺ 30-നകം വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വിവേകാനന്ദ ജയന്തി ആഘോഷവും വിവേകാനന്ദ ആർട്സ് അക്കാദമിയുടെ ഉദ്ഘാടനവും നടത്തി. പുഷ്പാർച്ചന, പ്രതിജ്ഞ, സേവാനിധി സമർപ്പണം, പ്രശ്നോത്തരി എന്നിവ സംഘടിപ്പിച്ചു. ക്ഷേത്രവാദ്യ കലാകാരനായ പെരുവനം ശങ്കരനാരായണൻ മാരാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K. രമാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ സഞ്ജയ് K. നായർ, KR സീന, അമിത പ്രതാപ്, അനുശ്രീ അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കളടക്കം 25ഓളം വിദ്യാർത്ഥികളാണ് ആദ്യ ബാച്ചിൽ തന്നെ ചെണ്ടവാദ്യ പരിശീലനത്തിന് ദക്ഷിണ വെച്ച് ഹരിശ്രീ കുറിച്ചത്. ചെറിയ കുട്ടികൾ ഈ പ്രായത്തിൽ തന്നെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവര് ചെണ്ടത്തോളത്തിട്ട് കൊട്ടാറാകുമ്പോഴേക്കും നല്ല പോലെ അവർക്ക് ആ ചെണ്ടയിലെ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും, ഉറപ്പാണ്. പക്ഷേ നമുക്ക് ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ എന്താണോ പഠിക്കുന്നത്, ഒരു കലയാണോ നമ്മൾ പഠിക്കുന്നത്, കലയെ നമ്മൾ നിന്ദിച്ചുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ചെണ്ട പഠിക്കാൻ ആരംഭിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കല പഠിക്കാൻ ആരംഭിക്കുന്നുണ്ടെങ്കിൽ മഷ്ക് വരാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ പരിചിതനാണ്. എൻ്റെ മകൻ്റെ ഗുരുവാണ്. എനിക്ക് ഏറ്റവും തോന്നിയൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗുരുകുലം പോലെ വീട്ടിൽ പോയി ഇത് അഭ്യസിക്കാൻ തുടങ്ങിയത് മുതൽ എൻ്റെ മകനിൽ വന്ന കാര്യമായ മാറ്റങ്ങളാണ്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഒന്നുകൂടി കോൺക്രീറ്റഡ് ആയത്. അദ്ദേഹത്തെ ഞാനത് സാറോടത് പറഞ്ഞു. ആദ്യമായിട്ടാണ് മാഷോട് ഞാനത് സംസാരിച്ചത്. പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ കൊടുക്കുന്ന റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭാഷ,
അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന ആ ഒരു പല കാര്യങ്ങളിലും അവിടെ പോയി വന്നിട്ട് പറയാറുണ്ട്. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ കായിക വിഭാഗത്തിന്റെയും NCCയുടെയും NSSന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനം ആചരിച്ചു. കോളേജ് മെക്കാനിക്കൽ HOD CJ സിൻഡോ അധ്യക്ഷത വഹിച്ചു. NCC കെയർടേക്കർ T ലിൻഡോസ് ജോൺ യുവജന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കായിക അധ്യാപകൻ ജോബി മൈക്കിൾ, NSS പ്രോഗ്രാം ഓഫീസർ CV ബിബിൻ എന്നിവർ പ്രസംഗിച്ചു. കൊടകര പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബ്ബിൽ ജില്ലാ ഗവർണർ സന്ദർശനം നടത്തി. ഇതോടനുബന്ധിച്ച് വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ, സെമിനാർ, കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. ജില്ലാ ഗവർണർ T ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത് അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർമാൻ സെബി വട്ടോലി, സോൺ ചെയർമാൻ PD ജോൺസ്, ക്യാബിനറ്റ് സെക്രട്ടറി മുരളീധരൻ, ജില്ലാ കോർഡിനേറ്റർമാരായ ജോസ് മൂത്തേടൻ, ബിജു ചെറുവത്തൂർ, ടോക്സി ബോസ്, ഷിബു ജോൺ എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി ജോണി മഞ്ഞാങ്ങ, ലേഡീസ് സർക്കിൾ പ്രസിഡന്റ് രസിത ജോയ്സൺ, ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജിജോ ഉറുവത്ത്, മീഡിയ കോർഡിനേറ്റർ KO വർഗീസ്, ജോസ് ചിറ്റിലപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. മോട്ടോർ വാഹനങ്ങളുടെ ടെസ്റ്റ് സമയത്തുള്ള ഫിറ്റ്നസ് ചാർജ് വർധനവ് പിൻവലിക്കണമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച ചാർജ് വർധന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് 50% വെട്ടിക്കുറയ്ക്കും എന്ന് ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നു. അതിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. പല സംസ്ഥാനങ്ങളും മുഴുവൻ ചാർജ് വർധനവും പിൻവലിക്കുന്ന സാഹചര്യമുണ്ട്. ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാർ തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം ജനദ്രോഹ നടപടികൾക്കെതിരെയും വർധനവ് ഇളവ് ചെയ്യുമെന്ന സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെയും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് INTUC രൂപം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INTUC ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് AT ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, MA സുബൈർ, VR ശ്രീകാന്ത്, IB ബിജു എന്നിവർ സംസാരിച്ചു. സൗകര്യപ്രദമായ ആരെങ്കിലും തരുമ്പോൾ അത് വാങ്ങി വയ്ക്കുന്നതിനായിട്ട് ഇൻകം വർദ്ധിക്കുന്നില്ല, സ്വാഭാവികമായി കുറച്ചുണ്ട്. ഇപ്പം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനം ഊർജിതമാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമരരംഗത്തേക്ക് കാണിക്കുമ്പോൾ പത്താൾ കൂടുതൽ നിന്ന് വൃത്തിപ്പെടുത്തി വരുമ്പോൾ CI2ന്റെ ആണെങ്കിലും BMSന്റെ ആണെങ്കിലും മെമ്പർഷിപ്പ് ചോരുന്നു എന്നൊരു തോന്നൽ വന്നാൽ അവരും സമരരംഗത്തേക്ക് വരും. ഇതൊരു ട്രിക്കാണ്. എല്ലാവരും കൂടി INTUC എന്ന് വയ്ക്കുക, ഒന്നും നടക്കില്ല. അപ്പൊ അവരും കൂടി സമരത്തിന് ഇറങ്ങണം. അവരിറക്കണമെങ്കിൽ എന്ത് വേണം? അവരെ മെമ്പർഷിപ്പ് ചോരുന്നു എന്നവർക്ക് തോന്നൽ വരണം. അപ്പൊ INTUC വർക്ക് ചെയ്യാണ്, നന്നായി സമരരംഗത്തുണ്ട്, അവരെ കൃത്യമായിട്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവന് 250 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചത്. 1,04,520 രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത്. ഗ്രാമിന് 35 രൂപയാണ് വർദ്ധിച്ചത്. 13,065 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലും വില ഉയരുന്നതാണ് ദൃശ്യമായത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. വെനസ്വേലയിലെ അമേരിക്കൻ സൈനിക നടപടി അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് വില ഇപ്പോഴും ഉയർന്നു നിൽക്കാൻ കാരണം. ഇനി കാണാം ഇൻഫോ ടോക്ക്. ചിലർക്ക് എന്ത് കഴിച്ചാലും വയർ വീർത്തു വരികയും അസിഡിറ്റി പ്രശ്നമുണ്ടാവുകയും ചെയ്യും. എന്നാൽ ഭക്ഷണ ക്രമീകരണത്തിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ഇതിനെ തടയാൻ സാധിക്കും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഭക്ഷണം ശരിയായ രീതിയിൽ നന്നായി ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കണം. പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ ശ്രമിക്കരുത്. ഇത് ഭക്ഷണം നന്നായി ദഹിക്കുന്നതിന് തടസ്സമാകുന്നു. കടുത്ത മാനസിക സമ്മർദ്ദം, ദേഷ്യം എന്നിവയുള്ള സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാം. ഇത് നല്ല ദഹനം ലഭിക്കുന്നതിന് തടസ്സമാകുന്നു. ഭക്ഷണം കൃത്യമായ സമയങ്ങളിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം. അടുപ്പിച്ച് കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ഇത് ദഹനത്തെ തടസ്സപ്പെടുത്തുകയും ബ്ലഡ് ഷുഗർ അളവിൽ മാറ്റങ്ങൾ ഉണ്ടാവാനും കാരണമാകുന്നു. കുറഞ്ഞത് 1 മണിക്കൂർ ഗ്യാപ്പെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. പകരം വീട്ടിൽ തന്നെ പാകം ചെയ്ത ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്.
ആമ്പല്ലൂർ പാലപ്പള്ളി റോഡിൽ ആമ്പല്ലൂർ മുതൽ പള്ളിക്കുന്ന് വരെ നവീകരണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ജനുവരി 15 മുതൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ വാഹനഗതാഗതം ഭാഗികമായി നിരോധിച്ചിരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,065 രൂപ, പവന് 1,04,520 രൂപ. ചെറുവാൾ കോവാത്ത് ഗോവിന്ദൻ ഭാര്യ മീനാക്ഷി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9-ന്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും. കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് പ്രയാണ യാത്രയ്ക്ക് പുതുക്കാട് ഉജ്ജ്വല സ്വീകരണം. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്നു. വെള്ളം പറമ്പുകളിലൂടെ ഒഴുകി. വേപ്പൂരിലെ കനാലിന്റെ 50 മീറ്ററോളമാണ് തകർന്നത്. കൊളത്തൂർ പാടശേഖരത്തിൽ 20 ഹെക്ടറോളം വരുന്ന നെൽകൃഷി വെള്ളം കിട്ടാതെ ഉണങ്ങുന്നു. കർഷകർ ദുരിതത്തിൽ. മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി. ചരിത്രപ്രസിദ്ധമായ വരാക്കര പൂരം ബുധനാഴ്ച ആഘോഷിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് നടത്തിയ ആനച്ചമയ പ്രദർശനം കാണികളുടെ മനം കവർന്നു. മറ്റത്തൂർ പഞ്ചായത്തിൽ BJP കോൺഗ്രസ് അവിശുദ്ധ സഖ്യമാണെന്നാരോപിച്ച CPM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.